എണ്ണത്തിലധികമുള്ള ഹിസ്ബുൾ ജിഹാദികളുടെ വൻ സംഘം മോഹിത്തിന്റെ ടീമിനെ വളഞ്ഞു. ആദ്യത്തെ എൻഗേജ്മെന്റിൽ തന്നെ മോഹിത്തിന്റെ വെടിയേറ്റ് 2 ഹിസ്ബുൾ ഭീകരർ കൊല്ലപ്പെട്ടു. തുടർന്ന് നടന്ന കനത്ത പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ 2 പേർ ഗുരുതരമായി വെടിയേറ്റ് വീണു. പരിക്കേറ്റവരെ യുദ്ധമുഖത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടും. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് നടുവിൽ നിന്ന് ആ 2 പേരെയും മേജർ മോഹിത് രക്ഷിച്ചെടുത്തു. അപ്പോഴേക്കും മേജർ മോഹിത്തിന്റെ ശരീരത്തിൽ മൾട്ടിപ്പിൾ ബുള്ളറ്റ് ഇഞ്ചുറി ഏറ്റിരുന്നു. പോരാട്ടം തുടർന്ന മോഹിത് ശർമ്മയുടെ തോക്കിൽ നിന്നുതിർന്ന ഇരുമ്പ് തിരകൾ പിന്നെയും 2 ജിഹാദികളെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചു. മോഹിത്തിന് ജീവൻ പൊലിയുമ്പോൾ ഇന്ത്യൻ പാരാ കമാൻഡോസ് ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. താനാജി യുദ്ധത്തിൽ മരിച്ചപ്പോൾ ശിവാജി മഹാരാജ് പറഞ്ഞതുപോലെ, കോട്ട നമ്മൾ പിടിച്ചു, പക്ഷേ സിംഹത്തെ നമുക്ക് നഷ്ടമായി. നമ്മൾക്ക് അനവധി സിംഹങ്ങളെ നഷ്ടമായ ആ താഴ്വരയാണ് കശ്മീർ. മോഹിത് ശർമ്മയെപ്പോലെ, വിക്രം ബത്രയെപ്പോലെ, മനോജ് പാണ്ഡെയെപ്പോലെ എത്രയോ പേർ. മോഹിത് ശർമ്മയെ ഏറ്റവും വലിയ പീസ് ടൈം ഗാലൻട്രി പുരസ്കാരമായ അശോക് ചക്രം നൽകി രാജ്യം ആദരിച്ചു. അദ്ദേഹത്തിന്റെ പത്നി മേജർ റിഷിമ ശർമ്മ 2010 രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും മേജർ മോഹിത് ശർമ്മയുടെ മരണാനന്തര ബഹുമതിയായ അശോക ചക്രം ഏറ്റുവാങ്ങി.